ഹായ് ഓൾ, ഇറ്റ്സ് മീ സൈഫു ഹിയ. കുറച്ച് നാളായിട്ടുള്ള ആഗ്രഹമാണ് വ്ളോഗ് ടൈപ്പ് ഓഫ് വീഡിയോസൊക്കെ ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മുതൽ ഞാൻ കുറച്ച് ഡെയിലി വ്ളോഗ് ടൈപ്പ് ഓഫ് വീഡിയോസൊക്കെ ചെയ്ത് നോക്കാമെന്നുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് കാക്കഞ്ചേരി കിൻഫ്രയിലാണ്. ഇവിടെയാണ് നമ്മുടെ ബ്രിഡ്ജോൻ്റെ മെയിൻ ഹബ്ബും ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് ഒരു 6:30 ആയി വരുന്നേ ഉള്ളൂ. ഹബ്ബിൽ മിക്കവാറും ഇപ്പോൾ സ്റ്റാഫൊന്നും ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. നോക്കാം ഹബ്ബിൽ ആളുണ്ടോ എന്നൊക്കെ നോക്കാം നമുക്ക്. ഇവിടെയാണ് നമ്മളെ ബ്രിഡ്ജോൻ്റെ കാക്കഞ്ചേരിയിലെ മെയിൻ ഹബ്ബ് വരുന്നത്. ആരും വന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്, ലൈറ്റൊക്കെ ഓഫാണ്. ദെൻ ഇവിടെ നമ്മുടെ ഹിന്ദു പത്രം കിടപ്പുണ്ട്, പത്രം എടുത്തേക്കാം. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് 2 years ആയിട്ട് ബ്രിഡ്ജോൻ്റെ ടെക് സ്കൂളിൻ്റെ മീഡിയ ഹെഡായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയത്. ബട്ട് കറൻലി ഇപ്പോൾ നമ്മൾ പുതിയൊരു വെർട്ടിക്കലായിട്ട് മീഡിയ സ്കൂളിൻ്റെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാനിപ്പോൾ കറൻലി ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും മീഡിയ സ്കൂളാണ് വർക്ക് ചെയ്യുന്നത്. ബട്ട് ഇവിടെ എന്തായാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരേണ്ടി വരും, കാരണം ഇവിടെയാണ് നമ്മുടെ മാനേജ്മെൻറ്റ് ലെവലിലുള്ള ആൾക്കാരൊക്കെ ആക്ച്വലി ഇവിടേക്ക് ഇൻഫ്രാബിലുണ്ടാവുക. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത്ര നേരത്തെ വന്നിട്ടുള്ളത്. സോ കുറച്ച് മീറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, മോർണിംഗ് തന്നെ കുറച്ച് മീറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഫൗണ്ടർ ആൻഡ് CEO ആയിട്ടുള്ള ജാബിർ സാറ് വരുന്നുണ്ട്. ഓക്കെ, ഹായ് ജാബിർ സാർ, ഗുഡ് മോർണിംഗ്. ഓക്കെ, ഇന്ന് കുറച്ച് ലേറ്റായോ? 6:30 ഓൾമോസ്റ്റ് വരുന്ന സമയമാണ്. നിങ്ങൾ എന്തിനാ ശരിക്കും ഇത്ര നേരത്തെ വരുന്നത്? നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റാർട്ടപ്പ് ബിൽഡറാണ്, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് അപ്പോൾ ഒരു അസലേഴ്സ് ആയിരിക്കണം. അപ്പം പറയുന്നത് വൈൽ ദ വേൾഡ് ഇസ് സ്ലീപ് ദ ഹസിൽ ബിഗിൻസ് എന്നല്ലേ. അപ്പം ബാക്കിയുള്ള ആളുകൾ കിടന്നുറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതാണ് നമുക്ക് എന്താ പറയുക ബാക്കിയുള്ള ആളുകൾക്ക് അഡ്വാൻറ്റേജ് കിട്ടുന്നത്. സോ എത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നൊരു കാര്യം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. സോ ഗൈസ്, അതാണ് അപ്പോൾ പോയിന്റ്. സോ ആ ഒരു പോയിന്റ് പല ആൾക്കാർക്കും ലൈഫിൽ പകർത്താൻ പറ്റുന്ന ഒരു പോയിന്റാണ്. കാരണം നമ്മുടെ ലൈഫിൽ ഹസിലേഴ്സ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മൾ കാണുന്ന സ്വപ്നങ്ങളോട്ട് എന്തായാലും എത്താൻ പറ്റുള്ളൂ. സോ നോട്ട് ദാറ്റ് പോയിന്റ്. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് കുറച്ച് കോണ്ടൻസും കാര്യങ്ങളൊക്കെ എഴുതി കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്, കുറച്ച് ഷൂട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. സോ ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ഫ്രഷ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ക്രിയേറ്റീവായിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഐഡിയാസൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ എൻവയോൺമെൻറ്റും ഭയങ്കര കൂൾ ആൻഡ് കാമായിരിക്കും. മീൻസ് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാനും പിന്നെ പ്രത്യേകിച്ച് വേറെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല. അത് നമുക്ക് ഫ്രീ ആയിട്ട് ഭയങ്കര ക്രിയേറ്റീവായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഞാനും ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടി ഇരിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ ഒരു ഏർലി മോർണിംഗ് സമയത്തൊക്കെയാണ്. നമ്മുടെ ബ്രിഡ്ജോൻ്റെ GM നഷീ സാർ വരുന്നത്. നഷീ സാർ സ്ഥലയോ എന്താണ് നേരത്തെ ആണല്ലോ? നേരത്തെ ഫ്രഷ് മൈൻഡഡ് ആയിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. സോ ഇന്നത്തെ മോർണിംഗ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ദെൻ ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള കുറേ തോട്ടും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. സോ ഇനി ഇവിടെ നിന്നൊരു ക്യാമറ പിക്ക് ചെയ്യേണ്ടായിരുന്നു. സോ ക്യാമറ പിക്ക് ചെയ്തു. ഇനി നമ്മൾ നേരെ നമ്മളെ തട്ടകത്തിലോട്ട് പോകാൻ പന്തീരങ്കാവിലോട്ട്. അവിടെയാണ് നമ്മളെ മീഡിയ സ്കൂൾ വരുന്നത്.